നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വാരഫലത്തെയാണ് പ്രതിപാദിക്കുന്നത്. മാർച്ച് 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ള വാരഫലത്തെ നമുക്ക് പ്രതിപാദിക്കാം. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകമുള്ള വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ സമ്പൂർണ്ണ വാരഫലത്തെ പരിശോധിക്കാം. മാർച്ച് 2 മുതൽ 8 വരെയുള്ള മേടക്കൂറുകാരുടെ ഫലം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബജീവിതത്തിലോ ഔദ്യോഗിക ജീവിതത്തിലോ ഒക്കെ ചില അസ്വസ്ഥതകൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ ഒക്കെ ധനവ്യയം ആവശ്യമായി വന്നേക്കാം. സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള മാർഗങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. വീട് പണിയൊക്കെ ആരംഭിക്കാനുള്ളവർക്ക് അനുകൂല സമയമാണ്. പൊതുവെ ഭൂമിയിൽ നിന്ന് ആദായം വർദ്ധിക്കുന്ന സമയം കൂടിയാണ്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ മാർച്ച് 2 മുതൽ 8 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് സന്താനങ്ങളെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ അഭിവൃദ്ധിയും ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെയുള്ള എല്ലാ ദോഷഫലങ്ങൾക്കും അല്പം ഒരു ആശ്വാസം ലഭിക്കുന്ന സമയം കൂടിയാണ്. തൊഴിൽ സംബന്ധമായി യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ 2025 മാർച്ച് 2-ാം തീയതി മുതൽ 8 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ 2-ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ഗൃഹോപകരണങ്ങളോ ഒക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. വീട് നിർമ്മാണത്തെ കുറിച്ചോ വീട് മോടി പിടിപ്പിക്കുന്നതിനെ കുറിച്ചോ ഒക്കെ ഗഹനമായി ആലോചിക്കാനുള്ള അവസരങ്ങൾ വരും. വസ്തു വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധിക്കുന്നതാണ്. വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധിക്കുന്നതാണ്. സ്ഥലം മാറ്റത്തിനും ഒക്കെ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അതൊക്കെ ചിലപ്പോൾ സ്വന്തം കാര്യങ്ങൾ കൊണ്ട് തന്നെ, അതായത് കുട്ടികളുടെ പഠന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒഴിവാക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. ഇനി നമുക്ക് കർക്കിടക്കൂറുകാരുടെ 2025 മാർച്ച് 2 മുതൽ 8 വരെയുള്ള വാരഫലത്തെ നോക്കാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് അപകടങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അനാവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ വന്നു ചേരാം. ബന്ധുക്കളിൽ നിന്നൊക്കെ അനവസരത്തിൽ വിദ്വേഷ സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ കലഹം ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകാം. കള്ളന്മാരിൽ നിന്നും ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ 2025 മാർച്ച് 2 മുതൽ 8 വരെയുള്ള വാരഫലത്തെ നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഏത് കാര്യത്തിനും അനാവശ്യമായി അഭിപ്രായം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ ശത്രുത വിളിച്ചു വരുത്താതിരിക്കുക. കുടുംബത്തിൽ പൊതുവെ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. ദൂരദേശ സഞ്ചാരം ഉണ്ടാകുന്നതാണ്. യാത്രാക്ലേശം ഉണ്ടായേക്കാം. അതുമൂലം ചില ദേഹാസ്വാസ്ഥ്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കരുതലെടുക്കേണ്ടതാണ്. മടിയും അലസതയും ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുമൂലം കാര്യതടസ്സങ്ങൾക്കും സാഹചര്യം ഉണ്ടാകും. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ 2025 മാർച്ച് 2 മുതൽ 8 വരെയുള്ള വാരഫലത്തെ നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പത്രപ്രവർത്തകർ, സാഹിത്യരംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർ എന്നിവർക്കൊക്കെ ഗുണകരമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. അംഗീകാരവും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതുമാണ്. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ സാധിക്കും. പുതിയ സൗഹൃദ ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. കൂടാതെ ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ മൂലം സാമ്പത്തിക നേട്ടത്തിനും സാഹചര്യമുണ്ട്. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ 2025 മാർച്ച് 2 മുതൽ 8 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2-ാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് അകാരണമായിട്ട് ചില ആരോപണങ്ങളെയൊക്കെ നേരിടാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം. എന്നിരുന്നാലും അതൊക്കെ കുഴപ്പമില്ലാതെ കൈകാര്യം ചെയ്യുന്നതിനുള്ള അവസരങ്ങളും വരും. പിതൃ സ്വത്ത് ലഭിക്കുകയോ പിതാവിൽ നിന്നുള്ള പൈതൃകമായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളുടെ നടത്തിപ്പ് ചുമതലകൾ ലഭിക്കുകയോ ഒക്കെ ചെയ്യാം. തൊഴിലിൽ പൊതുവെ പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായും അനുകൂല സമയമാണ്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ 2025 മാർച്ച് 2 മുതൽ 8 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് സന്താനങ്ങളിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അതേപോലെ അനുകൂല സാഹചര്യങ്ങൾ ലഭിക്കുന്നതാണ്. എന്നാൽ അനാവശ്യ ചെലവുകളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ധനം, യശസ് എന്നിവ ഉണ്ടാകുമെങ്കിലും
മനസ്സിന് സുഖം കുറയുന്ന സമയമാണ്. വീട്ടിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. സുഹൃത്തുക്കളുമായി ഒത്തുചേരാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ 2025 മാർച്ച് 2 മുതൽ 8 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തിൽ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പുരാടം, ഉത്രാടം, കാല എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് കൃഷി കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താനുള്ള അവസരങ്ങൾ വന്നു ചേരും. കാർഷിക വിഭവങ്ങളൊക്കെ വർദ്ധിച്ച് അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാനും സാഹചര്യമുണ്ട്. കഴിവുകൾക്കൊക്കെ അംഗീകാരം ലഭിക്കുന്നതാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാൻ സാധിക്കും. വീട് നിർമ്മാണ കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നവർ ഉദ്ദേശിക്കാത്ത രീതിയിൽ അധിക ചെലവുകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ 2025 മാർച്ച് 2 മുതൽ 8 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് വിദേശ യാത്രയ്ക്കുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരാം. കൃഷികാര്യങ്ങളിൽ നിന്ന് ആദായം ഉണ്ടാകുന്നതാണ്. കാർഷിക വിഭവങ്ങളുടെ ആദായം വർദ്ധിക്കുന്നതുമാണ്. പുത്രന്റെ പുത്രിയുടെ ഒക്കെ വിവാഹ കാര്യങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ധനവ്യയം ഉണ്ടാകുന്നതുമാണ്. എഴുത്തു പരീക്ഷകളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. യാത്രകളൊക്കെ ആവശ്യമായി വരുന്നതുമാണ്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ 2025 മാർച്ച് 2 മുതൽ 8 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പൂറ്റാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽ കാര്യങ്ങളിൽ അമിത അധ്വാനം ഒക്കെ ആവശ്യമായി വന്നേക്കാം. എന്നാൽ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. പുരസ്കാരങ്ങൾക്കും സാധ്യതയുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. മത്സര പരീക്ഷകളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് നല്ല മികച്ച വിജയം കൈവരിക്കാൻ സാഹചര്യമുണ്ട്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ 2025 മാർച്ച് 2 മുതൽ 8 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂട്ടാതിയുടെ മുക്കാൽ ഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നേക്കാം. ചെലവ് അധികരിക്കുന്നതാണ്. സ്ഥാനചലനത്തിനും സാഹചര്യം ഉണ്ടായേക്കാം. സ്വകാര്യങ്ങളിൽ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. വീട് പണിയൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രായോഗികമായി ചിന്തിച്ചുകൊണ്ട് അതിനനുസരിച്ച് ഉറച്ച നിലപാടുകൾ എടുക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. 12 രാശിക്കൂറുകാരുടെയും 2025 മാർച്ച് 2 മുതൽ 8 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെയാണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.